ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പനീർ മസാല ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരം കളയാതെ ഇത് വേഗം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ വേഗം ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. വല്ലാതെ അങ്ങോട്ട് മരിക്കും വേണ്ട, എന്നാൽ ഷാലോ ഫ്രൈ പോലെ ആവും വേണം. അങ്ങനെ രീതിയിൽ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളതിലോട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഒരു ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ടുള്ള തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഉള്ളി, ക്യാപ്സിക്കം എന്നിവ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല എന്നിവയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഉള്ളി വഴറ്റാനുള്ളത് നോക്കാം. ഉള്ളി നമ്മൾ ചട്ടിയിലോട്ടിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഉള്ളി നല്ലോണം വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നല്ല രീതിയിൽ വഴന്ന് വരണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായി വഴന്ന് വരണം. അപ്പോൾ നമുക്ക് തക്കാളി വഴന്ന് വരുന്നവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ. തക്കാളി കുറച്ച് നേരം നമ്മൾ വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അത് തുറന്ന ശേഷം അതിലോട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും അടച്ച് വെച്ചിട്ട് ഉണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്ന വരെ മാത്രം വഴറ്റിയാൽ മതി, കൂടുതലിരുന്ന് വഴറ്റാൻ പാടില്ല. പിന്നെ നമ്മൾ അതിലോട്ട് മസാലപ്പൊടികൾ ഇടാൻ പോകുകയാണ്. അപ്പോൾ ഫ്ലെയിമൊക്കെ കുറച്ചിട്ടുണ്ട്. മസാല കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മുടെ ചിക്കൻ മസാല, വേണ്ടവർക്ക് ഗരം മസാലയും ഇടാം. പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് നമ്മുടെ പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഇട്ട് ഈ സമയത്ത് തന്നെ ഇടണം, അല്ലെങ്കിൽ മസാല കുറച്ച് നേരം വയ്ക്കുക. എന്നിട്ട് ഇതിടുക. എന്നിട്ട് നമ്മുടെ ഇത് കുറച്ചുകൂടി വഴന്ന് വരാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് നല്ലോണം വഴറ്റി വെച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇത് എടുത്തിട്ട് നമ്മൾ ഇത് നമ്മുടെ ബൗളിലോട്ട് മാറ്റുകയാണ്. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. നമുക്കിതാ നമ്മുടെ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ബൗളിലോട്ട് മാറ്റുമ്പോഴൊക്കെ നല്ല ആവി വരുന്നുണ്ട്. നല്ല അടിപൊളി സ്മെല്ലും ഉണ്ടായിരുന്നു. എൻ്റെ ബ്രദറിനൊക്കെ അത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തു. താങ്ക്സ്.